ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിപ്പോൾ അതേപോലെ തന്നെ രാവിലെ എൻ്റെ ജിമ്മിലോട്ട് പോയി. അപ്പോൾ ജിമ്മിൽ ഇന്ന് ലെഗ് ഡേ ആയിരുന്നു. അപ്പോൾ കുറച്ച് നേരം ലെഗിനൊക്കെ ഇന്ന് വർക്കൗട്ട് ചെയ്തു. ലെഗൊക്കെ വർക്കൗട്ട് ചെയ്ത് കുറച്ച് നേരം സെൽഫിയൊക്കെ എടുത്തു. സെൽഫിയല്ല, കുറച്ച് വീഡിയോസൊക്കെ ഇതൊക്കെ എടുത്തു. നമ്മൾ ഡെയിലി വ്ളോഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ നേരെ തിരിച്ച് ജിമ്മിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി. അപ്പോൾ ഇനി നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. വീട്ടിലെത്തി പിന്നെ ഫുഡൊക്കെ കഴിച്ച് രാവിലത്തെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ കുറച്ച് നേരം നമ്മുടെ സ്ഥിരം പരിപാടിയാണ്, വർക്കിംഗ് ആണ്. ഫോട്ടോഷോപ്പൊക്കെ ഓപ്പൺ ചെയ്ത് കുറച്ച് നേരം വർക്ക് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഉച്ചയായപ്പോൾ നമ്മൾ ചോറെടുത്തു. അപ്പോൾ ഇത് ഇന്ന് ചെറുപയറും അതേപോലെ തന്നെ പപ്പായും അതേപോലെ തന്നെ മുട്ടക്കറിയായിരുന്നു. അപ്പോൾ നമ്മൾ ടി വി ഒക്കെ വെച്ച് കുറച്ച് നേരം ചോറൊക്കെ ഒന്ന് കഴിഞ്ഞു. അപ്പോൾ നമ്മളതിൻ്റെ ഫുഡൊക്കെ കഴിച്ച് തിരിച്ചെത്തിയെന്നല്ല, വീട്ടിൽ തന്നെയായിരുന്നു. ഞാൻ ഫുഡ് കഴിച്ച് മുകളിലോട്ട് വന്നു, അതായത് മുകളിലത്തെ റൂമിൽ വന്നു. അപ്പോൾ ഇനി കുറച്ച് വീഡിയോ എടുക്കണം. പിന്നെ ഇന്ന് ഒരു സംഭവം നമ്മൾ ട്രൈ ചെയ്യാണ്ട്, അതായത് ഞാൻ കുറച്ച് ദിവസമായിട്ട് പറയുന്നത് ഒരു ഫേസ് പാക്ക് ട്രൈ ചെയ്യണമെന്ന്. അപ്പോൾ അതാണ് ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇൻസ്റ്റയിൽ റീലിലും അതേപോലെ തന്നെ ഫേസ്ബുക്കിലോ പിന്നെ എവിടെ യൂട്യൂബിൽ എവിടെയാണ്ടൊക്കെ ഞാൻ കണ്ടു ഭയങ്കര റിസൾട്ടാണ്. ഫേസൊക്കെ ഉണ്ട് ഭയങ്കരമായി ഗ്ലോ ആവും. അങ്ങനെ പെട്ടെന്ന് തേച്ചപ്പോൾ തന്നെ തേച്ച് ഒരു 30 മിനിറ്റ് കഴിഞ്ഞ് കഴിക്കളയുമ്പോൾ അത്യാവശ്യം നല്ല ഗ്ലോ ആവും എന്നൊക്കെ കണ്ടു. അപ്പോൾ അതാണ് ഞാൻ എന്നാലും ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ചു. അതല്ലാതെ ഫേസിന് ഇത് പറ്റുമോ എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾ ആദ്യം ട്രൈ ചെയ്യണ്ടെങ്കിൽ കുറച്ചെടുത്തിട്ട് മൊത്തമാക്കി നോക്കിയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുമ്പ് പ്രാവശ്യത്ത് ട്രൈ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. അതുകൊണ്ടാണ് ഞാൻ ഫുള്ളായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് കുറേ നാൾക്ക് മുമ്പാണ്, കുറേ മുമ്പ്. അന്ന് എനിക്ക് അത്യാവശ്യം ഒരു ഗ്ലോ കിട്ടിയതായിട്ടൊരു ഓർമ്മയുണ്ട്. അപ്പോൾ അതാണ് ഞാൻ ഒന്നും കൂടി ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമെന്ന് വെച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു അടിപൊളി ഫേസ് പാക്കാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. വീട്ടിൽ ഉള്ള സാധനങ്ങളായിരിക്കും മിക്കവാറും. അപ്പോൾ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് എങ്ങനെയൊക്കെ ഉണ്ടാക്കണമെന്നും അത് അപ്ലൈ ചെയ്തിട്ടുള്ള റിസൾട്ടും ഒക്കെ കാണിച്ചു തരാം. ഇത് അപ്ലൈ ചെയ്യാണ്ടുള്ള റിസൾട്ടാണ്, അത് അപ്ലൈ ചെയ്യാണ്ടുള്ള ഫേസാണ്. പിമ്പിൾസ് മാറുന്നറിയില്ല, ഇത് വെച്ചാൽ പിമ്പിൾസ് ഒന്നും മാറില്ലായിരിക്കും, പക്ഷേ ഫേസിന് ഒരു ഗ്ലോ കിട്ടുന്നതാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമുക്ക് ജസ്റ്റ് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇൻഗ്രീഡിയൻസ് കാണിച്ചു തരാം. ഇൻഗ്രീഡിയൻസ് വലിയ കാര്യമായിട്ടുള്ള കുറേ സംഭവമൊന്നുമില്ല. ആദ്യത്തെ ഒരു കാപ്പിപ്പൊടിയാണ്, ഒരു ചെറിയ പാക്കറ്റ് കാപ്പിപ്പൊടി, ഒരു ബ്രൂവിൻ്റെ 10 രൂപയുടെ പാക്കാണിത്. ഇതൊന്നും വേണ്ട, 1 ടേബിൾ സ്പൂൺ മതി. പിന്നെ നമുക്ക് വേണ്ട തേനാണ്, ഞാൻ കുറച്ച് തേൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു ടേബിൾ സ്പൂൺ തേൻ മതി, അപ്പോൾ അതും വേണം. പിന്നെ അതേപോലെ തന്നെ നമുക്കൊരു ചെറുനാരങ്ങയുടെ നീര് വേണം. അപ്പോൾ ഞാൻ ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 3 സംഭവങ്ങളാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. പിന്നെ വേറെ തൈര് വെച്ചിട്ടുള്ള വേറെ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുള്ള കുറേ ഫേസ് പാക്കുകളുണ്ട്. അപ്പോൾ ഇന്ന് നമ്മളെന്തായാലും ഇതാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ജസ്റ്റ് ഇത് 3 മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാ സംഭവങ്ങളും ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. അതായത് ഇത് മിക്സ് ആക്കാൻ അതേപോലെ തന്നെ മുഖത്ത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഒന്നും നമ്മളെടുത്തില്ല. ഒന്നിനെ കൈ വെച്ച് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോയിലൊക്കെ കണ്ടത് മറ്റേ ബ്രഷ് പോലെ സാധനമൊക്കെ വെച്ചിട്ട് അപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇവിടെ മറ്റേ വാട്ടർ കളറിൻ്റെ ബ്രഷ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും യൂസ് ചെയ്യാൻ ഞാൻ പറയില്ല, പക്ഷേ എന്നാലും എനിക്ക് അത് പണ്ടത്തെ കുറേ നാൾ ഞാൻ യൂസ് ചെയ്യാത്ത പുതിയ ബ്രഷ് എന്താണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ആ ഒരു ബ്രഷ് ജസ്റ്റ് ഇതിന് യൂസ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ അത് ആണ് അപ്പോൾ അത് ഞാൻ പോയി തപ്പെടുത്തിട്ട് വരാം. എന്നിട്ട് നമുക്കിത് ജസ്റ്റ് ഒന്ന് ഫേസിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ എവിടെയാണ് ബ്രഷ് ഉള്ളതെന്നാണ് എൻ്റെ ഒരു ഊഹം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു ബ്രഷ് എടുക്കുന്നുണ്ട്. ഇത് പെയിൻ്റ് അടിച്ച ബ്രഷാണ് തോന്നുന്നു, ഫുള്ള് പെയിൻ്റാണ്. അല്ലാണ്ട് വേറെ സാധാരണ യൂസ് ചെയ്യാത്തൊരു ചെറിയ ബ്രഷ് ഞാൻ കണ്ടിരുന്നു, ഇതാന്ന് തോന്നുന്നു. അപ്പോൾ അതായത് ഇത് വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫേസിൽ അപ്ലൈ ചെയ്ത് നോക്കാം. ഇത് തീരെ യൂസ് ചെയ്യാത്തതാണ്, ഇത് മുകളിൽ ഇങ്ങനെ കളറുള്ളതാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഫേസ് പാക്ക് റെഡി ആയിട്ട്. അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് മുഖത്തൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് കഴുകിക്കളയാനാണ് ഞാൻ അതിൽ കണ്ടത്. 20, 25, 30 മിനിറ്റ് വരെ വേണമെങ്കിൽ കഴിക്കാം. അപ്പോൾ ഇത് ശേഷം കഴുകിക്കളയാം. ഈ ബ്രഷുള്ള കാരണം നല്ല സുഖമായിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യാം. കൈ കൊണ്ടാകുമ്പോൾ ഈ ഒരു സുഖം കിട്ടില്ല, ഇതാകുമ്പോൾ കറക്റ്റായിട്ട് ആയിക്കോളും. ബ്രഷ് കുറച്ചും കൂടിയും വലുത് വേണമായിരുന്നു, ഇത് ചെറുതായിപ്പോയി. അതിന് കുഴപ്പമില്ല, നമുക്കിത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യുക. മൊത്തം അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. കഴുകിക്കളഞ്ഞിട്ട് റിസൾട്ടൊക്കെ ഉണ്ട് നോക്കാം. അപ്പോൾ ഇതേ ഫുള്ള് ആക്കിയിട്ട് ഇടയിൽ സ്പേസ് ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലെ ഫുള്ളായിട്ട് ഇതേപോലെ ബ്രഷ് ഉണ്ടെങ്കിൽ ഞാൻ ബ്രഷ് എടുത്ത് ബ്രഷ് ഉണ്ടെങ്കിൽ ഇതേപോലെ കറക്റ്റായിട്ട് എല്ലായിടത്തും ആക്കുള്ളൂ. നമ്മുടെ കൈ കൊണ്ട് വയ്ക്കുമ്പോൾ ഈ ഒരു ഫുൾ സംഭവം കിട്ടില്ല. അപ്പോൾ ഇതേപോലെ ബ്രഷ് ഉണ്ടെങ്കിൽ ബ്രഷ് കൊണ്ട് ചെയ്യുക. അതായത് പുതിയ ബ്രഷ് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാനുള്ള ബ്രഷുകളുണ്ട്. അപ്പോൾ അത് വാങ്ങിച്ചിട്ട് ചെയ്യുക, അതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനിയൊരു 25-30 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഇതിനിടയ്ക്ക് വായലൊക്കെ പോവും, വായൽ പോകാണ്ട് സൂക്ഷിക്കുക. വായൽ പോയാലും കുഴപ്പമൊന്നുമില്ല, തേനും അതേപോലെ തന്നെ നാരങ്ങയുടെ പുളി ഇതൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ പോകാണ്ട് നോക്കാം. പിന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് പുറത്ത് പോയിട്ടാണ് കഴുകിയത്. അപ്പോൾ വാഷ് ബേസിനിലൊക്കെ കഴുകിയത് ആകെ മൊത്തം ഒരു മതി ഒട്ടിപ്പിടിക്കുന്ന പോലെ സംഭവമാണ്. അപ്പോൾ ഇതേപോലെ പുറത്ത് പോയിട്ട് കഴുകുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഫേസൊക്കെ കഴുകിയതിന് ശേഷമുള്ള ലുക്ക് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫേസൊക്കെ കഴുകിയതിന് ശേഷമുള്ള ലുക്ക്. അത്യാവശ്യം നല്ല രീതിയിൽ ഗ്ലോ വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും. അപ്പോൾ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു ഈ ഫേസ് പാക്ക്.
അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഗ്ലോ മുഖത്ത് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് മുഖമൊക്കെ കഴുകിയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നത് കാണാം, നല്ല ബ്രൈറ്റായിട്ട് തോന്നുന്നുണ്ട്. എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു ഈ ഒരു സംഭവം. അത്യാവശ്യം അടിപൊളിയായിട്ട് ബ്രൈറ്റായിട്ട് ഇത്രയും സംഭവം കിട്ടുന്നത് എനിക്ക് പണ്ടേ ആണ്ട് ഉപയോഗിച്ചൊരു ഓർമ്മയില്ല. അപ്പോൾ അത് തന്നെയാണ് ഞാൻ പിന്നെ ഒന്നുകൂടി ട്രൈ ചെയ്തത്. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് വീഡിയോ എടുത്ത് കാണിച്ചത്. അപ്പോൾ എന്തായാലും സംഭവം അടിപൊളിയായിട്ട് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് ഇങ്ങനെ കഴുകിക്കളയുമ്പോൾ തന്നെ ഈ ഒരു ഫേസിൽ ഇങ്ങനെ ഒരു ബ്രൈറ്റ്നസ് നിങ്ങൾക്ക് തോന്നും. എത്രത്തോളം എന്നാലും ഇങ്ങനെ ബ്രൈറ്റ്നസ് ആയി നിൽക്കുന്ന എനിക്കറിയില്ല, പക്ഷേ ഇട്ട് കഴിഞ്ഞാൽ അപ്പം ഇതേപോലെ ഒരു ബ്രൈറ്റ്നസ് കിട്ടും. അപ്പോൾ എന്തായാലും അടിപൊളി സംഭവമാണ്. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറയാം. എന്തായാലും അത്രത്തോളം ഉണ്ടായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടിപൊളി കണ്ട് ഞാൻ അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.